നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേ 22 മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിസം. പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് എന്നത് എന്താണ്? ആൻസർ: കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശത്തെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ സിമ്പൽ ഏതാണ്? H. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ഏതാണ്? ആംപിയർ പെർ മീറ്റർ. പെർമിയബിലിറ്റിയുടെ സിമ്പൽ ഏതാണ്? mu. പെർമിയബിലിറ്റി എന്നത് എന്താണ്? ഒരു വസ്തുവിലൂടെ മാഗ്നറ്റിക് ഫ്ലക്സ് കടന്നുപോകുന്നതിനുള്ള കഴിവിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. സോഫ്റ്റ് അയൺ ഉപയോഗിക്കുന്നത് പ്രധാനമായും എവിടെയാണ്? ഇലക്ട്രോമാഗ്നറ്റിക് കോറിൽ. പെർമനന്റ് മാഗ്നറ്റ് നിർമ്മിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ വസ്തു? സ്റ്റീൽ. മാഗ്നറ്റിക് ലീക്കേജ് എന്നത് എന്താണ്? ആവശ്യമായി പാതയ്ക്ക് പുറത്തു പോകുന്ന ഫ്ലക്സ് ആണ് മാഗ്നറ്റിക് ലീക്കേജ്. മാഗ്നറ്റിക് സാച്ചുറേഷൻ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഫ്ലക്സ് വർദ്ധിപ്പിച്ചിട്ടും കൂടുതൽ ഫ്ലക്സ് ലഭിക്കാത്തപ്പോൾ. റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്നത് എന്താണ്? കറന്റ് ഇല്ലാതായ ശേഷവും അവശേഷിക്കുന്ന കാന്തികതയെയാണ് റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. എഡി കറന്റ് ലോസ് കുറയ്ക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? കോർ ലാമിനേഷൻ നടത്തുക. അടുത്ത ചോദ്യം: ഹിസ്റ്റെരിസിസ് ലോസ് കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ആൻസർ: സിലിക്കൺ സ്റ്റീൽ. അടുത്ത ചോദ്യം: ജനറേറ്ററിൽ മെക്കാനിക്കൽ എനർജി എന്തായി മാറുന്നു? ആൻസർ: ഇലക്ട്രിക്കൽ എനർജി. മോട്ടോറിൽ ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറുന്നു? ആൻസർ: മെക്കാനിക്കൽ എനർജി. AC ജനറേറ്റർ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. എന്താണ് ആ പേര്? ഓൾട്ടർനേറ്റർ. ട്രാൻസ്ഫോമർ കോർ സാധാരണയായി നിർമ്മിക്കുന്നത് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ്? ആൻസർ: ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റീൽ. മ്യൂച്വൽ ഇൻഡക്ഷൻ സംഭവിക്കുവാൻ കുറഞ്ഞത് എത്ര കോയിൽ വേണം? കുറഞ്ഞത് 2 കോയിലെങ്കിലും വേണം. അടുത്ത ചോദ്യം: സെൽഫ് ഇൻഡക്ഷൻ സാധാരണയായി ഏത് ഡിവൈസിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ: സിംഗിൾ കോയിൽ. മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സിന്റെ യൂണിറ്റ് ഏതാണ്? വെബർ. അടുത്ത ചോദ്യം: മാഗ്നറ്റിക് സർക്യൂട്ടിൽ MMF ബൈ റിലക്റ്റൻസ് എന്താണ്? ഫ്ലക്സ്. ആൻസർ: ഫ്ലക്സ്. PSC KSEB ഫാസ്റ്റ് റിവിഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി യൂണിറ്റ് H. യൂണിറ്റ് ഓഫ് H ആംപിയർ പെർ മീറ്റർ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി H എന്ന സിമ്പൽ ഉപയോഗിച്ചാണ് പറയുന്നത്. യൂണിറ്റ് ഓഫ് H ആംപിയർ പെർ മീറ്റർ. പെർമിയബിലിറ്റി mu. സോഫ്റ്റ് അയൺ ഇലക്ട്രോമാഗ്നറ്റ് ആണ്. സ്റ്റീൽ പെർമനന്റ് മാഗ്നറ്റ് ആണ്. എഡി കറന്റ് ലോസ് കുറയ്ക്കാനായി കോർ ലാമിനേഷൻ ഉപയോഗിക്കുന്നു. ഹിസ്റ്റെരിസിസ് ലോസ് കുറയ്ക്കാൻ സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നു. റെസിഡ്യുവൽ മാഗ്നറ്റിസം അവശേഷിക്കുന്ന കാന്തികത. ഓൾട്ടർനേറ്റർ AC ജനറേറ്റർ. ഫ്ലക്സ് = MMF ഡിവൈഡഡ് ബൈ റിലക്റ്റൻസ്. KSEB ഇലക്ട്രിക്കൽ വർക്കർ, ഇലക്ട്രീഷ്യൻ, വയർമാൻ, ലൈൻമാൻ. കൂടാതെ മറ്റു PSC, റെയിൽവേ, ALP ടെക്നീഷ്യൻ പരീക്ഷകളിൽ ചോദിക്കുവാൻ സാധ്യതയുള്ള പ്രധാന 20 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്.